വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. ഇനി നമുക്ക് ഒരു ഡാറ്റാബേസിലെ ഒരു ടേബിളിൽ എങ്ങനെയാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. നമുക്കിവിടെ സ്റ്റുഡൻസ് ടേബിൾ ഉണ്ട്. സ്റ്റുഡൻസ് ടേബിളിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ, ജെൻഡർ, ഇത്രയാണ് ഡാറ്റാസ് ഉള്ളത്. ആ ഡാറ്റ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, ക്വറി ഉപയോഗിച്ച് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. SQL നമുക്ക് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോഡ് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ഹൈഫണോ അല്ലെങ്കിൽ ഹാഷോ ഉപയോഗിക്കാം. ഒരു ടേബിളിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന SQL കമാൻഡ് ആണ് ഇൻസേർട്ട് ഇൻറ്റു അതിനുശേഷം ടേബിളിന്റെ പേര് കൊടുക്കാം, സ്റ്റുഡൻസ്, അതിനുശേഷം ബ്രാക്കറ്റിൽ ഫീൽഡിന്റെ പേരുകൾ കൊടുക്കാം. നമുക്ക് ID ഫീൽഡിന്റെ വാല്യൂ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടില്ല, അത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നതാണ്. നമുക്ക് വേണ്ടത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ, ജെൻഡർ, ഇത്രയും ഫീൽഡിനാണ് നമ്മൾക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. ബ്രാക്കറ്റിൽ ഓരോ ഫീൽഡുകൾ കൊടുക്കുക. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് വാല്യൂസ് എന്ന് കൊടുത്തിട്ട് ഏതൊക്കെ വാല്യൂസ് ആണെന്നുള്ളത് അതും ബ്രാക്കറ്റിൽ കൊടുക്കുക. നമ്മളിങ്ങനെ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് വാല്യൂസ് നമ്മൾ കീസ് ഏതൊക്കെ ഓർഡേഴ്സിലാണ്, അതായത് കോളത്തിന്റെ പേരുകൾ ഏത് ഓർഡറിലാണോ കൊടുത്തത് അതേ ഓർഡറിലായിരിക്കണം നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത്. നമ്മളുടെ രണ്ടാമത്തെ കോളം ID കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോളം ഫസ്റ്റ് നെയിം ആണ്. അതുകൊണ്ട് ഫസ്റ്റ് നെയിം തന്നെ ആദ്യം കൊടുക്കണം നിർബന്ധമല്ല. ഫസ്റ്റ് നെയിം ആദ്യം കൊടുത്തുകൊണ്ട് അതിന്റെ വാല്യൂ ആയിരിക്കണം നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ഞാനിവിടെ അൻഷാദ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് എറേഴ്സ് വരാൻ സാധ്യതയുള്ളത് നോക്കാം. ഈ ഒരു ക്വറി ഞാൻ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാണ്. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ എറർ കാണാനുണ്ട്, സിന്റാക്സ് എറർ. അപ്പൊ ഇവിടെ ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ കോളംസ് നമ്മൾ 1, 2, 3, 4, 5 കോളംസ് കൊടുത്തു. പക്ഷെ വാല്യൂ ഞാൻ ഒറ്റൊരു വാല്യൂ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതാണ് ഇവിടെ വന്ന ഇഷ്യൂ. അപ്പോൾ ലാസ്റ്റ് നെയിം ഞാൻ ലാസ്റ്റ് നെയിമും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് ABC എന്ന് കൊടുക്കുന്നുണ്ട്. മൊബൈൽ കൊടുക്കാം. ജെൻഡർ ഞാൻ മെയിൽ എന്ന് കൊടുക്കും. സെലക്ട് ചെയ്തു, റൺ ചെയ്തു. വീണ്ടും എനിക്ക് എറർ വന്നിട്ടുണ്ട്, ഇൻകറക്റ്റ് ഡാറ്റ വാല്യൂ ABC ഫോർ കോളം ഡേറ്റ് ഓഫ് ബർത്ത്. അതായത് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന്റെ കോളം നമ്മൾ ഡിഫൈൻ ചെയ്ത ടൈപ്പും നമ്മൾ പാസ് ചെയ്ത ടൈപ്പും ഡിഫറെന്റ് ആണ്. അതാണ് പറയുന്നത് ഇൻകറക്റ്റ് ഡേറ്റ് വാല്യൂ. ഇവിടെ ഡേറ്റ് അല്ല നമ്മൾ പാസ് ചെയ്ത്. അപ്പോൾ ഞാൻ ആ ഒരു ABC മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ഡേറ്റ് ആക്കണം. ഡേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം. വീണ്ടും എനിക്ക് എറർ വന്നിട്ടുണ്ട്. MySQL ഡേറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് ഇയർ, മന്ത്, ഡേറ്റ് ആ ഒരു ഫോർമാറ്റിലാണ്. അപ്പൊ ഞാൻ ആദ്യം ഇയർ കൊടുക്കണം, 4 ഡിജിറ്റ് ആയിട്ടുള്ള ഇയർ കൊടുക്കണം. അതിനുശേഷം ഹൈഫൺ ഇട്ടോ ഇടാതെയോ മന്ത് കൊടുക്കണം, 2 ഡിജിറ്റ് നമ്പർ കൊടുക്കണം. അതിനുശേഷം ഡേറ്റ്. ഇനി ചെക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് 1 റോ അഫക്റ്റഡ് എന്ന് പറയുന്ന ആ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്റ്റുഡൻസ് ഡാറ്റാബേസ് ഒന്നും കൂടെ സെലക്ട് ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്ത് റീഫ്രഷ് ചെയ്ത സമയത്ത് നമുക്ക് ആ ഒരു ഡാറ്റ അവിടെ വന്നിട്ടുണ്ട്. ഈനം ഫീൽഡിന്റെ ഡെഫിനിഷനിൽ ഒരു കറക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് നിങ്ങൾ കേസ് സെൻസിറ്റീവ് അല്ലെങ്കിൽ കൂടെ അവിടെ എറർ ഉണ്ടാവില്ല. അതായത് മെയിൽ എന്ന് M സ്മോളിലായിരുന്നു നമ്മൾ കൊടുത്തത്, ക്യാപിറ്റൽ കൊടുത്തു കഴിഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അത് കൺവേർട്ട് ചെയ്ത് സ്മോൾ ലെറ്റേഴ്സിലേക്ക് മാറ്റും. ഇവിടെ ഞാൻ ഒന്നും അല്ലാത്ത എക്സിസ്റ്റിംഗ് അല്ലാത്തൊരു വാല്യൂ കൊടുക്കുകയാണ്. അതായത് ഈനമിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മെയില്, ഫീമെയിൽ, അതർ ഈ 3 ഓപ്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അതിന് പകരം ഞാൻ ABC എന്ന് പറഞ്ഞെടുത്ത് കുറെ എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന എറർ ഇങ്ങനെ ആയിരിക്കും, ഡാറ്റ ട്രങ്കേറ്റഡ് ഫോർ കോളം ജെൻഡർ, ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എറർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഡാറ്റ, നിങ്ങൾ പാസ് ചെയ്യുന്ന ഡാറ്റ ആ ഏതെങ്കിലും ഈനം കോളത്തിലുള്ള ഡാറ്റ നിങ്ങൾ റോങ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എറർ നിങ്ങൾക്ക് കിട്ടുന്നത്.